കേരളത്തിലെ കോൺഗ്രസ്സുകാർ പല വിഷയങ്ങളിലും എടുക്കുന്ന നിലപാട് നമുക്കറിയാലോ. പിന്നെ RSSന്റെ ശാഖക്ക് കാവൽ നിന്നതിൻ്റെ മഹാത്മ്യം വിളിച്ചോതുന്ന ഒരാളാണല്ലോ ഇപ്പോഴും ഇവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ മറ്റ് ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ RSSന്റെ ഗുരുജി ഗോൾവാൾക്കർ എന്ന് പറയുന്ന അവരാരാധിക്കുന്ന ഒരാളുടെ ഫോട്ടോന് മുന്നിൽ വിളക്ക് തെളിയിച്ച് കുനിഞ്ഞു നിൽക്കുന്ന ഒരാളാണല്ലോ ഇവരുടെ പ്രതിപക്ഷ നേതാവ്. ബിജെപിയുടെ RSSന്റെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണെന്ന് CPM കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം CPM ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ കള്ളവോട്ടുകൾ ചേർക്കാതിരിക്കാൻ ജനങ്ങൾ വിജിലൻ്റായിരിക്കണം, ജാഗരൂകരായിരിക്കണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള തിരക്കിലാണ് എല്ലാ പാർട്ടികളും, UDFും LDFും CPMും കോൺഗ്രസും എല്ലാം. ആ സമയത്ത് അത് എത്രമാത്രം സാധ്യമാണ്? ഇവിടെ BLOമാർ ഒറ്റപ്പെട്ടു പോകുന്നൊരു പ്രശ്നമുണ്ട്. സനോജ്, ഇല്ല, അതിന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ പ്രസ്താവനയിൽ നിങ്ങൾ ഈ പറയുന്ന ഭാഗം കൂടിയുണ്ട്. വ്യാപകമായി കള്ളവോട്ടുകൾ ചേർക്കാൻ, ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കാൻ എല്ലാം നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെ നല്ലതുപോലെ ജാഗരൂകരാവണം എന്ന് തന്നെയാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, ഒരു ഭരണഘടനാ പ്രശ്നം എന്ന് പറയുന്നത് ആധാർ ഇതുമായി ബന്ധപ്പെട്ട പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല എന്നുകൂടി ഈ കമ്മീഷൻ പറയുകയാണ്. അത് പറയാൻ കമ്മീഷൻ അധികാരമുണ്ടോ എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ദേശീയ പൗരത്വം തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ ഏതെല്ലാമാണ് എന്ന കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടത്. ഇതുവരെയായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏതൊക്കെ കേരള സർക്കാരിന് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോടതിയിൽ കക്ഷി ചേർന്നുകൂടെ ഇതുമായി ബന്ധപ്പെട്ട SAR? തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള നിയമപരമായ പോരാട്ടം നടത്തും. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ BJP RSSനെ തുറന്നു കാട്ടാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ശക്തമായ പ്രചരണം ഞങ്ങൾ സംബന്ധിച്ച് നടത്തും. നിങ്ങൾ ആലോചിക്കുന്നത്, കേരളത്തിന്റെ തെരുവുകളിൽ SIRമായി ബന്ധപ്പെട്ട് ആരാണ് ആദ്യം പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചത്? കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി LDF ആണ് ജനങ്ങളോട് ഇതാ SIR കേന്ദ്രത്തിന്റെ പുതിയ തട്ടിപ്പാണെന്നും ഇത് RSSന്റെ പൗരത്വരേഖ രജിസ്റ്റർ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണെന്നും ഏറ്റവും ആദ്യം വിളിച്ചു പറഞ്ഞത്. ഇപ്പോഴാണല്ലോ മാധ്യമങ്ങൾ ഇത് കാര്യമായ ചർച്ചയ്ക്ക് വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 2 മാസം മുന്നേ കേരളത്തിൽ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഇടതുപക്ഷത്തിന്റെ പൊതുയോഗങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളോട്, ഞങ്ങളുടെ വോട്ടർമാരോട് ഈ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, അത്യന്തം ഗൗരവമായ ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ 4 വോട്ടിന് വേണ്ടിയിട്ട് എന്നാൽ പിന്നെ CPMന്റെ തലയിലിടാം. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? CPMന്റെ എന്തെങ്കിലും തരത്തിൽ ഇടപെടലിന്റെ ഭാഗമായിട്ടാണോ ഈ BLOന് സമ്മർദ്ദം ഉണ്ടായത്? ഈ നാട്ടിൽ ഇതെല്ലാം കേൾക്കുന്ന എത്ര BLOമാരുണ്ട്? അജിംസെ, ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. ഇതിപ്പം മരണം നടന്ന ഇന്നലെയാണല്ലോ. 3 ദിവസം മുന്നേ എൻ്റെ നാട്ടിലെ, ഞാൻ പേര് പറയുന്നത്, ഒരു BLO അദ്ദേഹം എനിക്ക് അയച്ച വോയിസ് മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം അത് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിടാത്തത്. അദ്ദേഹം പറയുന്നു, സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല, വല്ല കടുങ്കയും ജീവനക്കാർ ചെയ്തു പോയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് എൻ്റെ ഫോണിലേക്ക് വന്ന എൻ്റെ സുഹൃത്തിൻ്റെ മെസ്സേജ് എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം. അത് അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് പുറത്ത് വിടാൻ വേണ്ടി കഴിയില്ലല്ലോ. അപ്പം ഇത് യാഥാർത്ഥ്യമാണ്. ഈ ചർച്ച കെട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, BLOമാർ, ഒരുപാട് ആളുകൾ ഇപ്പോഴുണ്ടല്ലോ. അവരെല്ലാം അനുഭവിക്കുന്ന പ്രതിസന്ധി. ഞാൻ മറ്റൊരു കണ്ടത്, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ BLO ആണ്. അപ്പം എൻ്റെ സുഹൃത്തായിട്ടുള്ള ആൾ BLO അല്ല. അദ്ദേഹം ജോലി ലീവ് എടുത്തിട്ട് ഈ പ്രക്രിയയിൽ ഭാര്യയുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാര്യയെ സഹായിക്കാൻ, ഭാര്യയായിട്ടുള്ള BLOനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അത്രമാത്രം സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരികയാണ് പുതിയ കാലത്ത്. അതുകൊണ്ട് എന്യൂമറേഷൻ ഫോറം പൂരിപ്പിക്കാൻ, എന്യൂമറേറ്റർമാർക്ക് എല്ലാ വോട്ടർമാരെയും കാണാൻ, വീട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവരൊന്നും അവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ, ആ ഫോറം അവിടെ വെച്ചിട്ട് വരണോ, ആ ഫോറം എങ്ങനെയാണ് അവരെ ഏൽപ്പിക്കുക എന്നെല്ലാമുള്ള 100 സമ്മർദ്ദങ്ങൾ, തൊഴിലിടങ്ങളിലേക്ക് അവിടെ നിന്നുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പരാതികൾ വേറെ, ഇങ്ങനെയെല്ലാം കൂടി വരുമ്പോൾ വലിയ സമ്മർദ്ദത്തിലേക്ക് വരികയാണ്. അത് BJPക്കെതിരായി, RSSനെതിരായി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കേണ്ട കോൺഗ്രസ് ഇവിടെ അങ്ങേയറ്റം ദയനീയമായ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ എന്നാൽ പിന്നെ CPMന്റെ തലയിൽ ഇരിക്കട്ടെ എന്ന നിലയിൽ ഈ രാഷ്ട്രീയത്തെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ല. അത് അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനമല്ല. അത് ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന പരിപാടിയായി പോയി എന്ന് മാത്രമേ ഈ കോൺഗ്രസിന്റെ വക്താവിനോടൊക്കെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ശരി.